ഓക്കെ, ഗുഡ് മോർണിംഗ് ആൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലേക്കാണ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആദ്യത്തെ ടോപ്പിക്കാണ്. കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് മെഷീൻ ദാറ്റ് മേക്സ് പെർഫോമിംഗ് എനി ടാസ്ക് വെരി ഈസി. In computer, the CPU executes each instruction provided to it in a series of steps. This series of steps is called machine cycle and is repeated for each instruction. ഇവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് മെഷീനാണ്. നമ്മുടെ ടാസ്കുകൾ നമുക്ക് പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ ഏതാണോ അത് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ വേഗം തന്നെ അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് മെഷീനാണ് കമ്പ്യൂട്ടർ. In computer, the CPU executes each instruction provided to it in a series of steps. അപ്പോൾ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനും അതിലേക്ക് കൊടുക്കും. ഇൻസ്ട്രക്ഷൻ മീൻസ് അതിനകത്ത് നമുക്ക് കമാൻഡ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കമാൻഡ് കൊടുക്കുമ്പോൾ അതൊരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആയിട്ടാണ് അവിടെ എക്സിക്യൂഷൻ നടക്കുക. ആ സീരീസ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ മെഷീൻ സൈക്കിൾ എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ഫോർ ഈച്ച് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും ഈ ഒരു മെഷീൻ സൈക്കിൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. One machine cycle involves fetching of instruction, decoding the instruction, operand fetching, and finally executing the instruction. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് അല്ലെങ്കിൽ ഒരു മെഷീൻ സൈക്കിളിൽ കൂടി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ആദ്യം നമുക്ക് ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം. മീൻസ് മെമ്മറിയിലായിരിക്കും ആ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ മെമ്മറിയിൽ നിന്ന് ആ കണ്ടൻറ്റ് ആക്സസ് ചെയ്യുക, അതിനെയാണ് ഫെച്ചിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. ദെൻ ആ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷന് നമുക്ക് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് ഡീകോഡിങ് എന്ന് പറയുക. ദെൻ ഓപ്പറൻറ്റ് ഫെച്ചിങ്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർ എക്സാമ്പിൾ A+B, അപ്പോൾ അതിനകത്ത് എയും ബിയുമാണ് ഓപ്പറൻറ്റ്. പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യുക, അതായത് മെമ്മറിയിൽ അതിൻ്റെ വാല്യൂസ് കാണും, ആ വാല്യൂസ് നമ്മൾ ആക്സസ് ചെയ്യുക, അതിനെയാണ് ഓപ്പറൻറ്റ് ഫെച്ചിങ് എന്ന് പറയുക. ഫൈനലി എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷനെ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഒന്ന് റൺ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. ദെൻ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാസ് 5 ബേസിക് യൂണിറ്റ്സ് ദാറ്റ് ഹെൽപ്പ് ദ കമ്പ്യൂട്ടർ ടു പെർഫോം ഓപ്പറേഷൻസ് വിച്ച് ആർ ഗിവൺ ബിലോ. ഫസ്റ്റ് വൺ ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ 5 ബേസിക് യൂണിറ്റ്സ് ആണ് ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഇൻപുട്ട് യൂണിറ്റ് കണക്ട്സ് ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് വിത്ത് ഇൻറ്റേർണൽ കമ്പ്യൂട്ടർ സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ആ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് വേണ്ടുന്ന ഡേറ്റ, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതും അതേപോലെ ഇൻസ്ട്രക്ഷൻസും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഡേറ്റ മീൻസ് അതിനകത്ത് നമുക്ക് കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയും. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന കമാൻഡ്സ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻപുട്ട് യൂണിറ്റ്. കോമൺലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസസ് ആർ കീബോർഡ്, മൗസ്, മാഗ്നറ്റിക് ടേപ്പ് എക്സെട്ര. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ്, മൗസ്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ടേപ്പ് ആദ്യകാലത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ്. ഇൻപുട്ട് യൂണിറ്റ് പെർഫോംസ് ഫോളോയിങ് ടാസ്ക്സ്: അക്സെപ്റ്റ് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്. പുറമേ നിന്നുള്ള ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും അക്സെപ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. മെഷീന് മനസ്സിലാക്കുന്ന ആ ഒരു ലാംഗ്വേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുക. ദെൻ സപ്ലൈ ദ കൺവേർട്ടഡ് ഡേറ്റ ടു കമ്പ്യൂട്ടർ സിസ്റ്റം. ആ കൺവേർട്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടുതൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ്, ഇറ്റ് കണക്ട്സ് ദ ഇൻറ്റേർണൽ സിസ്റ്റം ഓഫ് എ കമ്പ്യൂട്ടർ ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറമേയുള്ള ലോകത്തേക്ക് അറിയിക്കുന്നതിന് അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുക. ഇറ്റ് പ്രൊവൈഡ്സ് ദ റിസൾട്ട് ഓഫ് എനി കമ്പ്യൂട്ടേഷൻ ഓർ ഇൻസ്ട്രക്ഷൻസ് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു കമ്പ്യൂട്ടേഷൻ്റെ റിസൾട്ട് നമുക്ക് പുറത്തുള്ള ലോകത്തേക്ക് അത് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യാം. സം എക്സാമ്പിൾസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ആർ പ്രിൻറ്റേഴ്സ്, മോണിറ്റേഴ്സ് എക്സെട്ര. പ്രിൻ്റർ, മോണിറ്റേഴ്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രീൻ, ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിളാണ്. സ്പീക്കർ എക്സെട്ര. സ്റ്റോറേജ് യൂണിറ്റ്, ദിസ് യൂണിറ്റ് ഹോൾഡ്സ് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്.
അപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് വേണ്ടി യൂസ് ചെയ്യണത്. ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമുക്കവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. It also stores the intermediate results before these are sent to the output devices. Intermediate, in between ഉള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്കവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. It also stores the data for later use. നമുക്ക് പിന്നീട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. The storage unit can be divided into two categories. First one primary, then second one secondary storage. Primary storage, this memory is used to store the data which is being currently executed. നമ്മളിപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈമറി സ്റ്റോറേജ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡേറ്റ. ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. ദ ഡേറ്റ ഈസ് ലോസ്റ്റ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച് ഓഫ്. കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ നമുക്ക് ലോസ് ആകും. ദെൻ റാം ഈസ് യൂസ്ഡ് ആസ് പ്രൈമറി സ്റ്റോറേജ് മെമ്മറി. റാം നമുക്ക് പ്രൈമറി സ്റ്റോറേജ് മെമ്മറിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ. And secondary memory, in addition to RAM, every computer also has another storage drive that is used for storing information on a long-term basis. That is secondary memory. നമുക്ക് കുറച്ച് അധികം കാലത്തേക്ക് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡറി സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. Any file you create or download is saved to the computer's secondary storage. There are two types of storage device such as HDD, hard disk drive, and SSD, solid state drive. ഹാർഡ് ഡിസ്കും അതേപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും നമുക്ക് രണ്ട് രീതിയിലുള്ള സ്റ്റോറേജ് അവിടെയുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി സ്റ്റോറേജ്, അതായത് ഹാർഡ് ഡിസ്കിലൊക്കെ ആയിരിക്കാം അത് സേവ് ആകുന്നത്. While HDDs are the most traditional of the two, SSDs are fast overtaking HDD as the preferred one for secondary storage. SSD is a storage medium that uses non-volatile memory to hold and access data. Unlike a hard drive, an SSD has no moving parts. ഇവിടെ നമുക്ക് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അതേപോലെ തന്നെ SSDയും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് നമ്മൾ ആദ്യകാലത്തൊക്കെ യൂസ് ചെയ്ത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ളതാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സെക്കൻഡറി സ്റ്റോറേജിൽ കുറച്ചും കൂടെ നോയ്സ് ഫ്രീ ആയിട്ടും അതേപോലെ ഫാസ്റ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് SSD. നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് നമുക്ക് SSDയിൽ നമുക്ക് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പവർ പോയി കഴിഞ്ഞാലും അതവിടെ തന്നെ കാണും. അതിനെയാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. വോളറ്റൈലും ഉണ്ട്, നോൺ വോളറ്റൈലും ഉണ്ട്. വോളറ്റൈൽ മെമ്മറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് റാം, അതിൽ എക്സിക്യൂഷൻ ടൈമിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നീട് അത് എപ്പോഴാണോ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നത്, അതായത് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് പവർ സപ്ലൈ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടൻസ് നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ ഇവിടെ SSD ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കണ്ടൻസ് ഒന്നും നഷ്ടപ്പെട്ടില്ല. അവിടെ പവർ സപ്ലൈ പോയാലും അവിടെ തന്നെ അത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കും. Unlike a hard drive, an SSD has no moving parts. SSDയിൽ നമുക്ക് മൂവിങ് പാർട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി നമുക്ക് സൈലൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. അഡ്വാൻറ്റേജ്: ഫാസ്റ്റർ ആക്സസ് ടൈം, നോയ്സ്ലെസ് ഓപ്പറേഷൻ, ഹയർ റിലയബിലിറ്റി, ലോ പവർ കൺസംഷൻ. Hard disk drive, sometimes abbreviated as hard drive or HD or HDD, is a non-volatile data storage device. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കാലം മുതൽ യൂസ് ചെയ്യുന്നതാണ്. അത് നോൺ വോളറ്റൈൽ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് യൂഷ്വലി ഇൻസ്റ്റാൾഡ് ഇന്റേണലി ഇൻ എ കമ്പ്യൂട്ടർ അറ്റാച്ച് ഡയറക്ട്ലി ടു ദ ഡിസ്ക് കൺട്രോളർ ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് മദർ ബോർഡ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിനകത്ത്, അതായത് നമ്മുടെ ഇപ്പം ലാപ്ടോപ്പ് ആണെങ്കിലും അതിനകത്തായിരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക. ഡെസ്ക്ടോപ്പ് ആണെങ്കിലും സൈഡിലൊരു ക്യാബിനറ്റ് കാണും, അതായത് CPU, അതിനകത്തതായിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൻ്റെ ഡിസ്ക് കൺട്രോളറുമായിട്ടായിരിക്കും ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട് ഹാർഡ് ഡിസ്കിൻ്റെത്. അതിനകത്ത് സെക്ടറും ട്രാക്കുമായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ക്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ഹെഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ALU, Arithmetic Logic Unit. All the calculations are performed in ALU of the computer system. ALU can perform basic operations such as addition, subtraction, division, multiplication, etc. അപ്പോൾ ALUവിൽ നമുക്ക് നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് ആയ അഡീഷനും അതേപോലെ സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യും.
Whenever calculations are required, the control unit transfers the data from storage unit to ALU. അപ്പോൾ നമുക്ക് എപ്പോഴാണ് കാൽക്കുലേഷൻസ് ആവശ്യമായി വരുന്നത്, അതായത് അഡീഷൻ എപ്പോഴാണ് വരുന്നത് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എപ്പോഴാണ് റിക്വയർമെൻറ്റ് വരുന്നത്, ആ സമയത്ത് നമ്മുടെ ഡേറ്റ സ്റ്റോറേജിൽ നിന്ന് അത് എടുക്കുകയും ALUവിന് അത് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് ആണ് അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. When the operations are done, the result is transferred back to the storage unit. അപ്പോൾ ഓപ്പറേഷൻ എല്ലാം പെർഫോം ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോറേജ് യൂണിറ്റിലായിരിക്കും അത് സ്റ്റോർ ചെയ്യുക റിസൾട്ട്. കൺട്രോൾ യൂണിറ്റ് ഇറ്റ് കൺട്രോൾസ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. അപ്പോൾ മറ്റ് യൂണിറ്റുകളെല്ലാം, ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ആൻഡ് ഫ്രം ദ സ്റ്റോറേജ് യൂണിറ്റ് ടു ALU. അപ്പോൾ നമുക്ക് ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമുക്ക് ALUയിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൺട്രോൾ അതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഓഫ് ദ കമ്പ്യൂട്ടർ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു CPU-നകത്ത് കൺട്രോൾ യൂണിറ്റ്, അതേപോലെ തന്നെ മെമ്മറി യൂണിറ്റ്, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ദെൻ ഔട്ട്പുട്ട് യൂണിറ്റാണ് ചെയ്തിരിക്കുന്നത്. Then central processing unit, a processor is an integrated electronic circuit that performs the calculations that run a computer. അപ്പോൾ പ്രോസസ്സർ എന്ന് പറയുന്നത് ചെറിയൊരു IC ആണ്, മീൻസ് ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് എല്ലാം, കാൽക്കുലേഷൻസ് എല്ലാം നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുക. അതിനാണ് നമ്മൾ പ്രോസസ്സർ എന്ന് പറയുന്നത്. A processor performs arithmetical, logical and input-output and other basic instructions that are passed from an operating system. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട്. ഹാർഡ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ഫിസിക്കലായിട്ടുള്ള പാർട്സാണ്. അപ്പോൾ ഹാർഡ് ഡ്രൈവ് അല്ലെങ്കിൽ മൗസ്, കീബോർഡ് അല്ലെ, ഇങ്ങനെയുള്ള കുറേ ഡിവൈസുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലോജിക്കലായിട്ടുള്ള സോഫ്റ്റ്വെയറും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ വരണം അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യണം, ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ആ ഇൻസ്ട്രക്ഷൻസിനകത്ത് ചിലപ്പോൾ നമുക്ക് പല പല അരിത്മെറ്റിക് ഓപ്പറേഷൻ, ലോജിക്കൽ ഓപ്പറേഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് അവിടെ പെർഫോം ചെയ്യേണ്ടി വരും. അതെല്ലാം പെർഫോം ചെയ്യുന്നത് ഒരു പ്രോസസ്സറാണ്. Then most other processes are depend on the operations of a processor. അപ്പോൾ മറ്റു ഉള്ള എല്ലാ പ്രോസസ്സുകളും ഈ ഒരു പ്രോസസ്സറിൻ്റെ ഓപ്പറേഷന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. Then the terms processor, CPU and microprocessor commonly linked. നമുക്ക് മറ്റു പേരുകളിൽ അറിയപ്പെടാം. പ്രോസസ്സറിന് CPU അല്ലെങ്കിൽ മൈക്രോപ്രോസസ്സറിനൊക്കെ നമുക്ക് വിളിക്കും. മൈക്രോപ്രോസസ്സർ ആദ്യകാലത്ത് യൂസ് ചെയ്തിട്ടുള്ള ചെറിയ പ്രോസസ്സറുകളാണ്, ഇപ്പോഴും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മൈക്രോ കൺട്രോളറും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. A processor, CPU uses the logic circuitry that responds to and processes the basic instructions that drive a computer. അപ്പോൾ പ്രോസസ്സർ എന്ന് പറയുന്നത് ആ ഒരു ലോജിക് സർക്യൂട്ടറിയാണ്. നമുക്ക് ഒരു ബേസിക് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. The CPU is seen as the main and most crucial integrated circuitry, means IC chip in a computer, as it is responsible for interpreting most of the computer's commands. അപ്പോൾ CPU ആണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക്, അതായത് ഒരു ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ടറി എന്ന് പറയാവുന്നത്. നമുക്ക് മറ്റുള്ള കമ്പ്യൂട്ടറിൻ്റെ കമാൻഡുകളൊക്കെ വരുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് CPU എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സറാണ്. CPUs will perform most basic arithmetic, logic and IO operations as well as allocate commands for other chips and components running in a computer. അപ്പോൾ CPU ആണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക്കും അതേപോലെ ലോജിക്കലായിട്ടുള്ള അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. അതുകൂടാതെ മറ്റുള്ള കമാൻഡ്സ്, ഇപ്പം ഒരുപാട് ചിപ്പുകൾ അതിനകത്ത് കാണും, ഒരുപാട് കമ്പോണൻസ് കാണും. അതിനെല്ലാം നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് CPU തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചിപ്പ് കാണിച്ചിട്ടുണ്ട്, IC ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പിൻസാണ് ഫ്രണ്ടിൽ നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിന് ഇൻ ബിറ്റ്വീൻ ഇൻ്റൽ അതിൻ്റെ
കമ്പനിയുടെ ഒരു ചിപ്പാണ്. ഇത് നമ്മൾ ഈ ഒരു മദർ ബോർഡിനകത്ത് അവിടെ ഒരു സ്ലോട്ട് ഉണ്ടാകും. ആ സ്ലോട്ടിലാണത് ഇൻസേർട്ട് ചെയ്യുന്നത്. The term processor is used interchangeably with the term central processing unit, although strictly speaking, CPU is not the only processor in a computer. അപ്പോൾ പൊതുവേ നമ്മൾ പ്രോസസ്സർ എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ഒരുപാട് ചിപ്പുകൾ, അതുകൂടാതെ മറ്റുള്ള ചിപ്പുകൾ കൂടി നമുക്കവിടെ അവൈലബിൾ ആണ്. എക്സാമ്പിൾ GPU, graphics processing unit, is the most notable example, but the hard drive and other devices within a computer also perform some processing independently. അപ്പോൾ GPU, ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ICs യൂസ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് മറ്റുള്ള ഇപ്പോൾ മൗസ് അല്ലെങ്കിൽ കീബോർഡ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ICs നമുക്കതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ജനറലി നമ്മൾ CPU പ്രോസസ്സർ എന്നാണ് പറയുന്നത്. Processors can be found in PCs, smartphones, tablets and other computers. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൽ, അതേപോലെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ, ടാബ് ഇതിലെല്ലാം നമുക്ക് പ്രോസസ്സർ അവൈലബിൾ ആയിരിക്കും. The two main competitors in the processor market are Intel and AMD. അപ്പോൾ ഇൻറ്റലും AMD ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മെയിൻ കോമ്പറ്റീറ്റേഴ്സ്. മറ്റുള്ളതും ഉണ്ട്, പക്ഷേ നമുക്ക് കൂടുതൽ ആൾക്കാരും ഈ രണ്ട് കമ്പനികളുടെ പ്രോസസ്സറുകളാണ് യൂസ് ചെയ്യുക. CPU is the brain of computer system. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU ആണ്. It performs following tasks. It performs all operations. It takes decisions. It controls all the units of computer. നമുക്ക് വേണ്ടുന്ന എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് CPU ആണ്. നമുക്ക് വേണ്ടുന്ന ഡിസിഷൻസ് എടുക്കുന്നത് CPU ആണ്. അതേപോലെ കമ്പ്യൂട്ടറിനകത്തുള്ള മറ്റുള്ള എല്ലാ യൂണിറ്റിനെയും കൺട്രോൾ ചെയ്യുന്നതും CPU തന്നെയാണ്. Then fetch, decode, execute, store. ഇതിനകത്ത് വരുന്ന ആ ഒരു സ്റ്റെപ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. എക്സിക്യൂട്ടിങ് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ കൺസിസ്റ്റ് ഓഫ് എ പർട്ടിക്കുലർ സൈക്കിൾ ഓഫ് ഈവൻറ്റ്സ്, ഫെച്ചിങ്, ഡീകോഡിങ്, എക്സിക്യൂട്ടിങ് ആൻഡ് സ്റ്റോറിങ്. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമുക്ക് പല സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിന് ആ സ്റ്റെപ്പാണ് ആദ്യം ഫെച്ച് ചെയ്യണം, പിന്നെ ഡീകോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, ഫൈനലി ആ റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് അത് സ്റ്റോർ ചെയ്യണം. ആദ്യം ഫെച്ച്, get the instruction from memory into the processor. Then decode, internally decode what it has to do. Example, add, addition ആണ് പെർഫോം ചെയ്യേണ്ടത്, ഏത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് മെഷീന് മനസ്സിലാക്കി കൊടുക്കുക. മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. Then execute, take the values from the registers, actually add them together. Then finally store the result back into another register. അപ്പോൾ എക്സിക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ കാണും. അപ്പോൾ ആ രജിസ്റ്റർ ചെറിയ അല്ലെങ്കിൽ സ്മോൾ സ്റ്റോറേജ് ഏരിയ ആണ്. അപ്പോൾ അതിൽ നിന്ന് വാല്യൂസ് നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. അതിനെ റീഡ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് അഡീഷൻ ആണെങ്കിൽ അത് പെർഫോം ചെയ്യാം. then അതിൻ്റെ റിസൾട്ട് നമുക്ക് അനദർ രജിസ്റ്റർ, മറ്റുള്ള ഒരു സ്റ്റോറേജ് ഏരിയയിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാം. The basic elements of a processor include ALU, which carries out arithmetic and logical operations on the operands in instructions. അപ്പോൾ ALU ആണ് അതിനകത്ത് നമ്മുടെ ഒരു പ്രോസസ്സിനകത്തുള്ള ഒരു എലമെൻറ്റ്. അതായത് പ്രോസസ്സിനുള്ളിൽ ഒരു എലമെൻ്റാണ് ALU. നമുക്ക് അരിത്തമെറ്റിക്കും അതേപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ALU യൂസ് ചെയ്യുന്നത്. അരിത്തമെറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എക്സെട്ര. ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ഓർ നോട്ട്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ എക്സെട്ര. The floating point unit is also known as coprocessor or numeric coprocessor, a specialized coprocessor that manipulates numbers more quickly than the basic microprocessor circuitry can. അപ്പോൾ ഒരു അഡീഷണലി നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്, അതായത് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സർ, അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് FPU. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂടുതലും നമ്പേഴ്സൊക്കെ വളരെ വേഗം തന്നെ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ഓപ്പറേഷൻസൊക്കെ വളരെ ഈസി ആയിട്ട്, കാരണം മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ CPU നോക്കുമ്പോൾ ന്യൂമറിക് കാൽക്കുലേഷൻസൊക്കെ അതിനുള്ളിൽ നമ്മൾ അതുകൂടി CPU തന്നെ നോക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് അത്രയും ബിസി ആയതുകൊണ്ട് അതിന് ചിലപ്പം ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു അഡീഷണൽ ഒരു പ്രോസസ്സർ കൂടി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ന്യൂമറിക് ഓപ്പറേഷൻസൊക്കെ നമുക്ക് വളരെ വേഗം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോസസ്സറാണ് ന്യൂമറിക് കോപ്രോസസ്സർ അല്ലെങ്കിൽ മാത്ത് കോപ്രോസസ്സർ എന്ന് പറയുന്നത്. Registers which hold instructions and other data. Registers supply operands to the ALU and store the result of operations.
അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെറിയൊരു മെമ്മറി ഏരിയ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓപ്പറൻസിനെ വേണമെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള വാല്യൂസ് അല്ലെങ്കിൽ റിസൾട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട്, ഫോർ എക്സാമ്പിൾ 5+6, അപ്പോൾ 11 എന്നുള്ള റിസൾട്ട് നമുക്ക് ടെമ്പററി ആയിട്ട് ആ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. Then L1 and L2 cache memory. Their inclusion in the CPU saves time compared to having to get data from random access memory. അപ്പോൾ നമുക്ക് റാമിൽ പോയിട്ട് ഡേറ്റ ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എക്സിക്യൂഷൻ ടൈമിൽ റാമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്കാണ് ഡേറ്റ എല്ലാം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു മെമ്മറി നമ്മൾ ആക്സസ് ചെയ്തിട്ട് വീണ്ടും ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്രോസസ്സറിനോട് അടുത്ത് തന്നെ വയ്ക്കാറുണ്ട്. അതിനെയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതിനകത്ത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് ക്യാഷ് മെമ്മറി അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു ലൈബ്രറി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈബ്രറിയിൽ നമുക്കൊരു ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് കൂടുതൽ റണ്ണിങ് ആയിട്ടുള്ള ടെക്സ്റ്റ്, അതായത് കൂടുതൽ പേരെടുക്കുന്ന ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈബ്രറിയൻ ചെയ്യുന്ന എന്താണ്, അദ്ദേഹത്തിന് വീണ്ടും ഒരാൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ചെറിയൊരു ഷെൽഫിൽ അത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് രണ്ടാമതൊരാൾ വരുമ്പോൾ ആ ഷെൽഫിൽ നിന്ന് എടുത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കാതെ തൊട്ടടുത്തുള്ള ചെറിയൊരു ഷെൽഫിലാണ് അത് വെക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടൈം അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അതിൻ്റെ ഒറിജിനൽ പ്ലേസിൽ പോയിട്ട് എവറി ടൈം അത് പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എഫേർട്ടും ടൈമും എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേബിളിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഷെൽഫിൽ ആ ബുക്ക് അവിടെ വെക്കുകയാണെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ഒക്കെ ആൾക്കാരത് ചോദിച്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഈസി ആയിട്ടത് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെയാണ് ഇവിടെയും ക്യാഷ് മെമ്മറി പ്രവർത്തിക്കുന്നത്. നമ്മുടെ മെമ്മറിയിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ പോയിട്ട് എടുത്തുകൊണ്ടുവന്ന് പ്രൈമറി മെമ്മറിയിൽ വെച്ചിട്ടാണ് എക്സിക്യൂഷൻ നടക്കുക. അപ്പോൾ അങ്ങനെ ടൈമിൽ ആ പ്രൈമറി മെമ്മറിയിൽ തന്നെ വീണ്ടും നമുക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൈമറി മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്ലിയാണ്, അതേപോലെ തന്നെ കുറച്ച് സ്പേസേ അതിൽ കാണുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാഷ് മെമ്മറി തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും നമുക്ക് ആവശ്യാനുസരണം റിപ്പീറ്റഡ്ലി നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. Then most processors today are multi-core, which means that the IC contains 2 or more processors for enhanced performance, reduced power consumption, and more efficient simultaneous processing of multiple tasks. അപ്പോൾ നമുക്ക് മൾട്ടി കോർ സിസ്റ്റംസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പ്രോസസ്സേഴ്സ് 1, 2 അതിലധികമോ പ്രോസസ്സേഴ്സ് നമ്മളതിൽ കണക്ട് ചെയ്യാറുണ്ട്. ഒരു ഐ സിയിൽ തന്നെ അതിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സറുകൾ നമ്മുടെ പെർഫോമൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ പവർ കൺസംപ്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ കാര്യങ്ങൾ അറ്റ് എ ടൈം നമുക്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. Most computers may have up to 2 to 4 cores. However, this number can increase up to 12 cores. നമുക്ക് 2 തൊട്ട് 4 വരെയാണ് സാധാരണ കാണുന്നത്, പക്ഷെ നമുക്ക് മാക്സിമം അത് 12 കോഴ്സ് വരെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. For example, if a CPU can only process a single set of instructions at one time, then it is considered a single core processor. അപ്പോൾ അത് സിംഗിൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് അറ്റ് എ ടൈം നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ കോർ പ്രോസസ്സർ ആയിരിക്കും. Otherwise, dual core processor if it can process 2 sets of instructions at a time. 4 sets would be considered as quad core processor. രണ്ട് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഡ്യുവൽ കോറെന്നും അതിൽ കൂടുതൽ 4 സെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ക്വാഡ് കോറെന്നും നമുക്കതിനെ കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു മദർ ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ കണക്റ്റേഴ്സ് എല്ലാം നമുക്ക് കാണാം. കണക്റ്റേഴ്സ് ഫോർ ഇൻറ്റഗ്രൽ പെരിഫറൽസ്, PS/2, കീബോർഡ് ആൻഡ് മൗസ്, സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, USB, ഇഥർനെറ്റ്, ഓഡിയോ, എക്സെട്ര. അപ്പോൾ ഒരു മൗസ്, കീബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കണക്ട് ചെയ്യാനുള്ള കണക്റ്റേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ CMOS ബാറ്ററി ഉണ്ട്. നമുക്ക് ഇതിന് വേണ്ടുന്ന പവർ സപ്ലൈയും അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബാക്കപ്പ് ബാറ്ററിയാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് PCI സ്ലോട്ട്, നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർ കണക്ട് എന്നാണ് അത് പറയുന്നത്. മറ്റുള്ള പെരിഫറൽസിന് അത് സപ്പോർട്ട് ചെയ്യും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് സൗത്ത് ബ്രിഡ്ജും അതേപോലെ തന്നെ നോർത്ത് ബ്രിഡ്ജും അവൈലബിൾ ആണ്. നമ്മുടെ മെമ്മറിയും അതേപോലെ തന്നെ
ഇൻപുട്ട് ഔട്ട്പുട്ടും ഒക്കെ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. മെമ്മറി ഹബ്ബ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഹബ്ബ് എന്നാണിത് അറിയപ്പെടുക. പിന്നീട് HB സ്ലോട്ടാണ് IB കണക്ടർ, DRAM മെമ്മറി സ്ലോട്ട്, 20 pin ATX പവർ കണക്ടർ, പവർ സപ്ലൈ ഒക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ CPU ഫാൻ ആൻഡ് ഹീറ്റ് സിങ്ക് മൗണ്ടിങ് പോയിന്റ്സ്, ദെൻ CPU സോക്കറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ CPU അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സറെ ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത്. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.